നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഒളിവിൽ തുടരുന്നു. ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ആളിക്കത്തുമെന്നാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ദിലീപ് കേസിലെ വിധി എല്ലാ കണക്കുകൂട്ടലുകളും തകിടം മറിച്ചു. മറുവശത്ത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിന് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. അതുവരെ കർശന നടപടികൾ പാടില്ല എന്നാണ് കോടതി ഉത്തരവ്. വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന നിർദ്ദേശമാണ് ഇതിലൂടെ കോടതി പോലീസിന് നൽകിയിരിക്കുന്നത് എന്ന് പ്രതിഭാഗം പറയുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിന് തൊട്ട് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റിൽ വീഴ്ത്തി കൂടുതൽ രാഷ്ട്രീയ ലാഭം കൊയ്യുമെന്ന കണക്കുകൂട്ടലുകൾ അടപടലം തെറ്റി. ആദ്യ കേസിൽ അറസ്റ്റ് പാടില്ല എന്ന ഹൈക്കോടതി വിധി ഒരു വശത്ത്, മറുവശത്ത് രണ്ടാമത്തെ പരാതിയിൽ ബുധനാഴ്ച കോടതി വിധി വരുന്നതുവരെ പ്രതിക്കെതിരെ കടുത്ത നടപടികൾ പാടില്ല എന്ന കോടതി ഉത്തരവ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ വലിയ പരിക്കില്ലാതെ കടന്നുകൂടുകയാണ് UDFന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരളത്തിലെ അറിയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി രംഗത്തിറങ്ങിയിട്ടും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതുവിധേനയും രാഹുൽ മാങ്കൂട്ടത്തിലിന് നാളെ ജാമ്യം അനുവദിക്കരുത്. അതിനുവേണ്ട പൂഴിക്കടകൻ ഒരുക്കുകയാണ് ഒരു വശത്ത് ഭരണകൂടവും പോലീസും. അതിവേഗ നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നത്. ഇപ്പോഴിതാ മാധ്യമങ്ങൾക്ക് പകർന്നു കിട്ടിയ ഒരു വാർത്ത. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയാണ് നേരത്തെ ഇമെയിലിൽ KPCC അധ്യക്ഷന് പരാതി നൽകിയത്. ഈ യുവതിയെ കണ്ടെത്തിയെന്നും അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയെന്നും പോലീസ് സംഘം പറയുന്നു. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക തന്നെയാണ് സർക്കാർ ഇതുവഴി ലക്ഷ്യമിട്ടത്. കേരള പോലീസുമായി ഓൺലൈനിൽ ബന്ധപ്പെടാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിരിക്കെ പരാതിക്കാരി KPCC പ്രസിഡന്റ് ഇമെയിൽ സന്ദേശം അയച്ച് പരാതി പറഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. ഇത് കോടതി ശരിവെക്കുകയും ചെയ്തു. നാളെ കോടതി വിധിയിൽ സർക്കാരിനെതിരെ, ഈ കേസന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം സർക്കാരിലുണ്ട്. അത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടം സർക്കാരിന് വലിയ തലവേദനയുണ്ടാക്കും. അതുകൊണ്ടാണ് തിരക്കിട്ട് ഇപ്പോൾ പരാതിക്കാരിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തിയെന്ന് പോലീസ് സംഘം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിക്രൂര ലൈംഗിക പീഡനത്തിന് തന്നെ ഇരയാക്കിയെന്നാണ് ആ യുവതി പോലീസ് സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. യുവതി മൊഴി നൽകി നിമിഷങ്ങൾക്കകം ആ മൊഴിയത്രയും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നു എന്നത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന തന്നെ. ഒരു വശത്ത് വരുന്ന വാർത്തകൾ അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി യുവതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയെന്ന്. മറ്റു ചില വാർത്തകൾ, അതായത് മറ്റു ചില മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ പറയുന്നത് യുവതി കേരളത്തിലെത്തി പോലീസ് സംഘത്തിന് മൊഴി നൽകിയെന്ന്. ദേശാഭിമാനിയാണ് പോലീസ് സംഘം ബംഗളൂരിലെത്തി മൊഴി രേഖപ്പെടുത്തിയെന്ന വാർത്ത ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി റിപ്പോർട്ട് ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചെന്നും ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളിയായ 23-കാരി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അന്വേഷണ സംഘം ബംഗളൂരിലെത്തിയാണ് മൊഴിയെടുത്തത്. യുവതിയുടെ മൊഴി ഉൾപ്പെടെയുള്ള പ്രാഥമിക റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ബുധനാഴ്ച കോടതി വിധി പറയും. അതുവരെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന് പ്രതിഭാഗത്തിന്റെ ഭാഗം കോടതി അംഗീകരിച്ചില്ല. എന്നാൽ മാതൃഭൂമി ഓൺലൈൻ നൽകിയ വാർത്ത തികച്ചും വ്യത്യസ്തമാണ്. അതീവ രഹസ്യമായി അതിജീവിതയുടെ വൈദ്യപരിശോധന പോലീസ് പൂർത്തിയാക്കി. സംസ്ഥാനത്തിന് പുറത്തു താമസിച്ചിരുന്ന യുവതി കേസന്വേഷണത്തിൽ സഹകരിക്കാനാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി എന്ന യുവതിയുടെ മൊഴിയിൽ വ്യക്തമാക്കി. യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഹോം സ്റ്റേയ്ക്ക് അരികിലെത്തിയാണ് യുവതി പോലീസ് സംഘത്തിന് മൊഴി നൽകിയത് എന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. എല്ലാ മാധ്യമങ്ങളും വ്യത്യസ്ത റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. യുവതി കേരളത്തിലെത്തിയോ അത് ബംഗളൂരുവിൽ തന്നെയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. പോലീസ് സംഘത്തിന് കൈമാറിയ മൊഴി എന്ന തലത്തിൽ മാധ്യമങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു വാർത്ത എത്തിച്ചു കൊടുക്കുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയെന്നും രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെ തനിക്ക് ഭയമാണെന്നും ഈ യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. രാഹുലിന്റെ പ്രതികാരം ഭയന്നാണ് താൻ പരാതി നൽകാൻ ഇത്രയധികം വൈകിയത്.
കേസിന്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായ മേൽവിലാസമില്ലാതെ ഒരു ഇമെയിൽ വഴിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി KPCC അധ്യക്ഷൻ അയച്ചത് പരാതിക്കാരി. ഇവിടെ പരാതിക്കാരി പോലീസിന് മുന്നിൽ മൊഴി നൽകുമോ എന്ന ആശയക്കുഴപ്പം തുടക്കം മുതൽ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ തിങ്കളാഴ്ച പോലീസ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. പ്രത്യേക പോലീസ് സംഘത്തെ നേരിൽ കണ്ട് യുവതി മൊഴി നൽകുകയായിരുന്നു. വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനം നൽകി യുവതിയെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി. യുവതിയുമായി ആദ്യം അടുപ്പത്തിലായ രാഹുൽ മാങ്കൂട്ടം പിന്നീട് യുവതിയുടെ വീട്ടിലെത്തി വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ യുവതിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. യുവതിയുമായി അടുപ്പം സൂക്ഷിച്ച രാഹുൽ മാങ്കൂട്ടം പിന്നീട് സൗഹൃദത്തിലൂടെ യുവതിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷവും യുവതിയുടെ വിവാഹകാര്യം പറഞ്ഞ് യുവതിയുടെ വീട്ടിൽ രാഹുൽ എത്തിയിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ പിന്നീട് വിവാഹകാര്യത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം പിന്നോട്ട് പോയി. രാഹുലിന്റെ നിലപാടിനെ താൻ ചോദ്യം ചെയ്തു, താൻ എതിർത്തു. ഇതോടെ രാഹുലുമായി താൻ അകന്നുവെന്നാണ് യുവതി പറയുന്നത്. ഇതേക്കുറിച്ച് താൻ രാഹുലുമായി തർക്കിച്ചതോടെ തന്റെ വീട്ടിലെത്തി രാഹുൽ ബഹളം വെച്ചു. എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുലിന്റെ ബഹളം. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനി അടക്കം തനിക്ക് ഭയമാണ്. അവരിൽ നിന്ന് ഒരു പ്രതികാരമുണ്ടാകുമെന്ന് താൻ ഭയന്നു. തന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ന് യുവതി നൽകിയ മൊഴിയിലുണ്ട്. തന്റെ ശരീരമാകെ മുറിവേൽപ്പിച്ച് ക്രൂരമായ ലൈംഗികാക്രമണം അവിടെ വെച്ച് നടത്തി. ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തന്റെ ദേഹത്തിലേക്ക് അയാൾ വീണത്. ഇതിനെ തുടർന്ന് തനിക്ക് പാനിക് അറ്റാക്കും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടു. ലൈംഗികാതിക്രമം പക്ഷേ അയാൾ തുടർന്നു. മാനസികമായും ശാരീരികമായും താൻ തളർന്നുപോയി. ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ വീണ്ടും തന്റെ പിന്നാലെ നടന്നു. തന്റെ വീടിന് സമീപം കാറുമായി അയാൾ എത്തി. അതിനുശേഷം തന്റെ കൂടെ വരാൻ പലവട്ടം ആവശ്യപ്പെട്ടു. എന്നാൽ രാഹുലിനെ തനിക്ക് ഭയമാണെന്ന് യുവതി പറയുന്നു. 2023 സമൂഹ മാധ്യമത്തിലൂടെ താൻ രാഹുലുമായി ഒരു ബന്ധം സ്ഥാപിച്ചു. ആ ബന്ധമാണ് പിന്നീട് വിവാഹാഭ്യർത്ഥനയിലേക്കും ക്രൂരമായ ബലാത്സംഗത്തിലേക്കും കടന്നത്. ആദ്യ അതിജീവിതയുടെ പരാതിക്ക് സമാനമാണ് ഇപ്പോൾ രണ്ടാം അതിജീവിതയുടെ ഈ പരാതിയും. രണ്ടും സൗഹൃദത്തിൽ നിന്ന് ലൈംഗിക ബന്ധം, പിന്നീട് വിവാഹത്തിൽ നിന്നുള്ള പിന്മാറ്റം. ബംഗളൂരു സ്വദേശിനിയുമായ യുവതിയുമായുള്ള രാഹുലിന്റെ ബന്ധം 2023. അതിനുശേഷമാണത്രേ ആദ്യ അതിജീവിതയുമായി രാഹുൽ ബന്ധം സ്ഥാപിച്ചത്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് തന്റെ ബന്ധമെന്ന് ഹൈക്കോടതിയിലും സെഷൻസ് കോടതിയിലുമൊക്കെ രാഹുൽ വാദിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിസ്താരവേളയിൽ. സമാനമായ തലത്തിൽ രണ്ടാം അതിജീവിതയ്ക്കെതിരെയുള്ള ജാമ്യാപേക്ഷയും ഇനി രാഹുൽ തിരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. നേരത്തെ രാഹുലിൻ്റെ അഭിഭാഷകൻ നൽകിയത് ഊരും പേരുമില്ലാത്ത ഒരു പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവമാണ് എന്ന് മനസ്സിലാക്കാതെ എങ്ങനെ ജാമ്യാപേക്ഷ നൽകുമെന്നാണ്. എന്തായാലും യുവതി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അന്വേഷണ സംഘം കോടതിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണിപ്പോൾ പറയുന്നത്. ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള പൂഴിക്കടകനാണോ അതോ അതിജീവിത പോലീസ് സംഘത്തിന് മുന്നിൽ തന്റെ നിസ്സഹായ അവസ്ഥ തുറന്നു പറഞ്ഞുവോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വരും ദിവസങ്ങളിൽ ഈ രണ്ടാം അതിജീവിതയുടെ കേസും കൂടുതൽ ചർച്ചകളിലേക്ക് വരും. നാളെ സെഷൻസ് കോടതിയുടെ വിധിയെ ഇപ്പോൾ അതിജീവിതയുടെ മൊഴി ബാധിക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.